നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജൂൺ മാസത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് ജൂൺ 22. തുടർന്ന് ജൂലൈ മാസത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ബുധാദിത്യ രാജയോഗം, മാളവ്യ രാജയോഗം എന്നിവ രൂപം കൊള്ളുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക്, അതായത് ഏകദേശം 5 രാശിക്കാരുടെ ജീവിതത്തിലേക്കാണ് വമ്പൻ ഭാഗ്യങ്ങൾ കടന്നു വരാൻ പോകുന്നത്. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ദിനങ്ങൾ, അതായത് ജൂലൈ മുതലുള്ള ദിനങ്ങൾ വളരെയേറെ നേട്ടവും ഭാഗ്യവും ഐശ്വര്യവുമാണ് നൽകുന്നത്. അപ്പോൾ സാമ്പത്തികമായി മാറ്റമുണ്ടാകുന്നതാണ്, വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുന്ന രീതിയിലുള്ളതായിരിക്കും. പല കോണുകളിൽ നിന്ന് സമ്പത്ത് വന്നെത്തുന്നതാണ്. അതായത് എന്തെങ്കിലും തടസ്സപ്പെട്ടിരിക്കുന്ന സമ്പത്ത് പോലും ജൂലൈ മാസത്തോടുകൂടി നിങ്ങളിലേക്ക് എത്തപ്പെടുന്നതാണ്. രാജയോഗം തന്നെയാണ് അനുഭവത്തിൽ വരുന്നത്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും മികച്ച മാറ്റങ്ങൾ വരുന്നൊരു സമയമായിരിക്കും വരുന്ന ജൂലൈ മാസം. എല്ലാം കൊണ്ടും ഒരു ആശ്വാസ സമയമെന്ന് പറയാം. ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾക്ക് ഒരു ആശ്വാസവുമായിട്ടാണ് ജൂലൈ മാസം കടന്നു വരുന്നത്. ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ധനുരാശിയിലാണ്. അപ്പോൾ ഇവർക്ക് 7ാം ഭാവത്തിലായിരിക്കും വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തിൽ ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു പുരോഗതി ദൃശ്യമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ ധാരാളമായി ജീവിതത്തിൽ ഉണ്ടാകും. പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. അത് ഇപ്പോഴെന്ന് മാത്രമല്ല, എപ്പോഴും. അത് ഒരു നക്ഷത്രക്കാരെന്നല്ല, എല്ലാ നക്ഷത്രക്കാരും പണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ധനം വന്നു ചേരാനുള്ള യോഗം ജൂലൈ മാസത്തിൽ തെളിയുന്നതാണ്. അപ്പോൾ കടങ്ങൾ വരെ, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ധനം ആരെങ്കിലും വാങ്ങിച്ചിട്ട് അത് കിട്ടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതുവരെ തിരിച്ചു കിട്ടും. എത്ര വലിയ തുകയായാലും ചെറിയ തുകയായാലും അവർ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും. കാരണം നല്ല സമയമാകുമ്പോൾ ധനത്തിൻ്റെ ഒരു ഒഴുക്കെന്ന് പറയുന്നത് അങ്ങനെയാണ്. പല ഭാഗത്തു നിന്ന് സഹായങ്ങൾ ഉണ്ടാകും, ഭൂസ്വത്തുക്കൾ വന്നു ചേരും. അതേപോലെ ഭൂമി തടസ്സപ്പെട്ട് നിങ്ങളിലേക്ക് എത്തേണ്ടത് തടസ്സത്തിലൊക്കെ കിടക്കുകയാണെങ്കിൽ അതുവരെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതിനെയാണ് ധനത്തിൻ്റെ ഒരു ഒഴുക്ക് ഉണ്ടാകുമെന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇരട്ടി ഭാഗ്യം തന്നെ വന്നു ചേരും, ഡബിളായിട്ടുള്ളത്. ഈ മുന്നേ ഉള്ള ഈ ജൂൺ മാസത്തെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ പോലും നിങ്ങൾ മറക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം, സാമ്പത്തിക മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഇതുവരെയും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതിൽ ഏതാനും കുറച്ച് ആഗ്രഹങ്ങൾ മാത്രമാണ് നിറവേറിയിട്ടുള്ളത്. പക്ഷേ ഈ ജൂലൈ മാസത്തിൽ ഒരു മെച്ചപ്പെട്ട ജീവിതചര്യ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. കുടുംബക്ഷേത്ര ദർശനം, കൂടാതെ അടുത്തുള്ള സ്ഥലദേവനെ പ്രീതിപ്പെടുത്താൻ, ഏറ്റവും വീടിനോട് അടുത്തുള്ള ദേവനാകട്ടെ ദേവിയാകട്ടെ ആ ക്ഷേത്രത്തിൽ ചെല്ലണം, ദർശനം നടത്തുക. അപ്പോൾ ദർശനം നടത്താൻ പോകുന്ന വേളയിൽ വീട്ടിൽ നിന്ന് നമ്മൾ പുഷ്പങ്ങൾ അത് സ്വന്തം കൈകൊണ്ട് ഇറുത്തെടുത്ത് മാലയാക്കി അത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. നമ്മൾ വേറെ കടകളിൽ നിന്നും മറ്റും വാങ്ങിക്കുന്ന പുഷ്പങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിൽ കൊടുക്കുന്നതിനേക്കാൾ ഏറെ ഫലം നൽകും നമ്മുടെ സ്വന്തം ഗൃഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പൂന്തോട്ടത്തിൽ നിന്ന് നമ്മുടെ കൈകൊണ്ട് നമ്മൾ അടർത്തിയെടുക്കുന്ന പൂക്കൾ കൊണ്ടൊരു ഹാരം ചാർത്തി ഭഗവാന് സമർപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭഗവാൻ പ്രീതനാവുകയും നമ്മുടെ മനോകാമനകൾ അല്ലെങ്കിൽ എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണോ നമ്മൾ ആ ഹാരം ഭഗവാന് സമർപ്പിച്ചത്, അല്ലെങ്കിൽ ആ ഹാരം കെട്ടിക്കൊണ്ടിരുന്ന വേളയിൽ നമ്മൾ എന്താണോ പ്രാർത്ഥിച്ചത്, ആഗ്രഹിച്ചത്, അത് ഭഗവാന്റെ ചെവിയിലേക്ക് എത്തിച്ചേരും. അതാണ് നമ്മുടെ സ്വന്തം പൂന്തോട്ടത്തിൽ നിന്ന് ഇറുത്തെടുക്കുന്ന പുഷ്പങ്ങളാണ് മറ്റുള്ള പുഷ്പങ്ങളെക്കാൾ ഭഗവാൻ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത് സ്ഥലദൈവത്തിൻ്റെ പ്രീതി, അതുപോലെ തന്നെ കുടുംബ പരദേവതയുടെ പ്രീതി എന്നിവയാണ്. കൂടാതെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഹോമം കൂടി കഴിപ്പിച്ചാൽ ഏറ്റവും പുണ്യം. എല്ലാവിധ പ്രശ്നങ്ങളും മാറി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനും അടുത്ത ജൂലൈ മാസത്തിലെങ്കിലും നിങ്ങൾക്ക് ഈ നേട്ടങ്ങളൊക്കെയും ഒരു കോട്ടവും തട്ടാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും സഹായകമാകും. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരുന്ന ജൂലൈ മാസത്തിൽ 7ാം ഭാവത്തിലേക്കാണ് ശുക്രൻ എത്തുന്നത്. അത് വളരെയധികം സാമ്പത്തിക മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നതാണ്. ഈ ഒരു ജൂൺ മാസത്തിൽ ഒട്ടുമിക്ക
വൃശ്ചികം രാശിക്കാർക്കും ശാരീരിക ബുദ്ധിമുട്ടുകളായിരിക്കും. കൈവേദന, കാലുവേദന പ്രശ്നങ്ങൾ അങ്ങനെ വലയുന്നവരായിരിക്കും ഒട്ടുമിക്ക ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോരോ പ്രശ്നങ്ങൾ, തലവേദന, ഇന്ന് തലവേദനയാണെങ്കിൽ നാളെ കാലുവേദന, അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ. ആ ഒരു പ്രശ്നം ചെറിയ ചെറിയ ദുഃഖങ്ങളാണ്, അല്ലാതെ വലിയ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. എങ്കിലും അത് ഈ ഒരു ജൂൺ മാസം ഫുള്ളത് കാണും. അങ്ങനെ ചെറിയ ചെറിയ ചില വിഷമങ്ങൾ, തലവേദന, കാലുവേദന, കൈക്ക് പെരുപ്പ്, മുട്ടുവേദന, അല്ലെങ്കിൽ പല്ലിന് വേദന, ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ അത് ജൂലൈയോട് കൂടി അങ്ങ് മാറുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റത്തിന്, പ്രമോഷന്, അർഹമായ ജോലിയിലേക്ക് ഉള്ള എത്തിച്ചേരൽ കൂടി നിങ്ങൾക്ക് നടക്കുന്ന സമയമാണ്. വൃശ്ചികം രാശിക്കാർക്ക് ശമ്പള വർധനവ് ഉണ്ടാകുന്നതാണ്. പോസിറ്റീവായ ഒരു സമയമാണ്. നമുക്കൊരു പോസിറ്റീവായ സമയം എത്തിച്ചേരാൻ ഭഗവാൻ ഒരു സമയം വിധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമയം തന്നെയാണ് ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ആത്മവിശ്വാസം ഗണ്യമായ തോതിൽ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മഹാദേവനെ മുറുകെ പിടിച്ചോളൂ. നിങ്ങൾ ഏത് ദേവനെയാണോ ഏത് ദേവിയെയാണോ ആരാധിക്കുന്നത് അത് അങ്ങനെ നടന്നോട്ടെ. എങ്കിലും അതിനോടൊപ്പം ഭഗവാൻ മഹാദേവനെ കൂടി ഒന്ന് പ്രാർത്ഥിക്കാനും വഴിപാടുകൾ സമർപ്പിക്കാനും ഭഗവാൻ ഇഷ്ടപ്പെട്ട കൂവളത്തില ഭഗവാന് സമർപ്പിക്കാനൊക്കെയുണ്ട്. നിങ്ങൾ ശ്രമിച്ചാൽ വളരെയധികം ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. ഈ ഒരു സമയം ഭഗവാൻ മഹാദേവൻ്റെ കൃപ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തൊടുന്നതൊക്കെയും പൊന്നായി മാറും. അത്രത്തോളം ഭാഗ്യം നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ വന്നു ചേരുകയാണ്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കും ബുധാദിത്യ രാജയോഗം വളരെ വലിയ മാറ്റങ്ങളെയാണ് നൽകുന്നത്. പല വിധത്തിലുള്ള ഭഗവാനിൽ നിന്ന് അനുഗ്രഹങ്ങൾ വന്നു ചേരും. അതിൻ്റെ ഫലമായി ഏറ്റെടുക്കുന്ന ഏത് പ്രവൃത്തിയും പൂർത്തീകരിക്കാൻ സാധിക്കും. വിദ്യ കൊണ്ട് ഗുണമുണ്ടാകും. പഠിച്ചിറങ്ങി നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി നിൽക്കുക. പക്ഷേ അതുകൊണ്ടൊരു നേട്ടവും ഇതുവരെ ഉണ്ടാകാതിരുന്ന ആളുകൾക്ക് പോലും ഉത്തമമായ ജോലി ലബ്ധിക്കുള്ള സമയം ജൂലൈ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് ജോലി കിട്ടുന്നില്ല, അച്ഛനെയും അമ്മയെ സഹായിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള വിഷമിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, കർക്കിടകം രാശിയിൽ വരുന്ന വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. സ്വന്തം കാലിൽ നിൽക്കാനും അച്ഛനും അമ്മയ്ക്കും വേണ്ടുന്ന സഹായങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് ചെയ്തു കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയം. മാനസികമായി വളരെയധികം ഒരു ധൈര്യം വന്നു ചേരുന്ന സമയമാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ജീവിതത്തിൽ പകുതി വിജയിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്രത്തോളം വിജയകരമായ ഒരു മാസമാണ് വരാൻ പോകുന്നത്. പല കോണുകളിൽ നിന്നും സഹകരണങ്ങൾ, സഹായഹസ്തങ്ങൾ നിങ്ങൾക്ക് നീണ്ടുവരുന്ന സമയമാണ്. മികച്ച ഒരു മാറ്റത്തിൻ്റെ സമയമെന്ന് കണ്ണും പൂട്ടി പറയാവുന്ന ഒരു സമയമാണ് വരുന്ന ജൂലൈ മാസം. പ്രാർത്ഥന വളരെയധികം അനിവാര്യമാണ്. ഓരോ നിമിഷത്തിലും പ്രാർത്ഥിക്കുക. ക്ഷേത്ര ദർശനങ്ങൾ നമ്മൾ യഥാർത്ഥ രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അടുത്തുള്ളതാകട്ടെ അല്ലെങ്കിൽ ദൂരെയുള്ളതാകട്ടെ ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനം നമ്മൾ നടത്തിയേ മതിയാവും. അങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ ഒരു രീതി. ഇപ്പോൾ നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകൾ കാരണം ചിലപ്പോൾ പോകാൻ പറ്റത്തില്ല, ചിലപ്പോൾ മാസത്തിലൊന്ന് പോയെന്നായി, അല്ലെങ്കിൽ അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറണമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം, ഒരു ഗണപതി ഹോമം, വഴിപാട്, അർച്ചന ഇതൊക്കെ കഴിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്കും സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുന്ന സമയമാണ്. സമ്പത്ത് വന്നു ചേരും. സമ്പത്ത് വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനവും താനെ വന്നോളും. സമ്പത്തില്ലാത്തതിനാൽ സമാധാനവുമില്ല, രണ്ടുമില്ലാത്തൊരവസ്ഥ. ഇനി രണ്ടും വന്നു ചേരാൻ പോവുകയാണ് ജൂലൈ മാസത്തിൽ. മുടങ്ങിക്കിടന്ന വീട് പണി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പല ജോലികളും മുടങ്ങിക്കിടക്കുന്നുണ്ട്, അതൊക്കെയും. അതുകൂടാതെ വിവാഹകാര്യത്തിലേക്ക് വന്നാൽ അതും മുടക്കമായി കിടക്കുകയാണ്, പാതി വഴിയിലായി കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു ദുഃഖം മനസ്സിനെ ഏറെ അലട്ടുകയും ചെയ്യുന്നുണ്ട്. ആ ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയമാണ്. സാമ്പത്തികമായ ഒരു മാറ്റം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തും. സമ്പത്തില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്കൊന്നും അങ്ങോട്ട് ശരിയാകാത്തൊരവസ്ഥയുണ്ടാകും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് സമ്പത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാകുന്നുണ്ട്. അത് ഇവിടെ സൂര്യനും വ്യാഴവും ഒന്നിച്ച് നിങ്ങൾക്ക് ഗുരു ആദിത്യ യോഗം കൂടിയാണ് ജൂലൈ മാസത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി വളരെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഉത്തമ ജോലി ലബ്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മികച്ചതാക്കാൻ നിങ്ങൾക്ക് പല മാർഗ്ഗങ്ങൾ താനെ മനസ്സിൽ ഉദിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആകെ ഒരു ഭയമുണ്ട്, അല്ലെങ്കിൽ കൃത്യസമയങ്ങളിൽ പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ മാറുന്നതാണ്. അവസരങ്ങൾ ധാരാളമായി വന്നു ചേരും. അത് വിനിയോഗിക്കാനുള്ള ആ ഒരു താല്പര്യം നിങ്ങൾ കൂടി കാണിച്ചേ മതിയാവും. ഭാഗ്യം അനുകൂലമാണ് എന്ന് പറഞ്ഞ് മാറിയിരുന്നിട്ടും കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, ബാക്കി ഭഗവാൻ നോക്കിക്കോളും. നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ. ജൂലൈ മാസം വളരെ ഭാഗ്യദായകമായ സമയം തന്നെയാണ്. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കും അനുകൂലമായ സമയം തന്നെയാണ്.
ശുക്രൻ ഇവിടെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി മാളവ്യ രാജ്യവും കൂടി ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. സാമ്പത്തിക നേട്ടമുണ്ടാകും. ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതാണ്. കിട്ടാതിരിക്കുന്ന ധനങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. സമ്പാദ്യം ഇരട്ടിയാകുന്നതിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ ആ രീതികളൊക്കെ നിങ്ങൾക്ക് അവലംബിക്കാനായി കഴിയുകയും ചെയ്യും. പല കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഉള്ള തടസ്സങ്ങൾ ഒക്കെ മാറുന്നതാണ്. ഭാഗ്യം ധാരാളമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയം. ഉത്തമ വിവാഹത്തിനുള്ള യോഗം കൂടി നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ വിവാഹപരമായിട്ട് തടസ്സങ്ങൾ നേരിടുന്ന ആളുകളാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഉത്തമയായ ഇണയെ കണ്ടെത്താനും നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു മാസത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്.